5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഹൈന്ദവ സൈദ്ധാന്തികനും ഹിന്ദുത്വവാദിയുമായ ഗുരുമൂർത്തി എന്ന് പറയുന്ന വ്യക്തിയുമായി തുടങ്ങിയതാണ് രാജ്ഭവനുമായിട്ടുള്ള യുദ്ധം. ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് പഹൽഗാമിന് ശേഷം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതായത് ക്യാൻഡിലിൽ നിന്ന് വെടിക്കോപ്പിലേക്ക് എന്നുള്ള നിലയിലേക്ക് ഒരു സെമിനാർ അവർ നടത്തി, ശില്പശാല നടത്തി രാജ്ഭവനിൽ വെച്ച്. തിരുവനന്തപുരത്തെ സോക്കാൾഡ് VVIPs എന്ന് പറയുന്നവരെ VIPs ഒരു എലൈറ്റ് ഗ്രൂപ്പിനെ 150 പേരെ വിളിച്ച് നല്ല ഹൈ ടീ ഒക്കെ കൊടുത്ത് മനോഹരമായ ഒരു പ്രസൻറ്റേഷനൊക്കെ ഗുരുമൂർത്തി നടത്തി. അപ്പോൾ തന്നെ കേരളത്തിൽ അത് സംഖ്യയായ ഗുരുമൂർത്തി എന്തിനു കൊണ്ടുവന്നു എന്ന് ചോദിച്ചുകൊണ്ട് വലിയ വിവാദവും തർക്കമൊക്കെ നടന്നു. ഒരു വിധം ഒതുങ്ങിയൊക്കെ വന്നപ്പോഴേ അടുത്ത വിവാദം, ഇത് പുത്തനച്ചി പുരപ്പുറം തൂക്കും പിന്നെ അടുക്കള പോലും തൂക്കൂല എന്ന് പറഞ്ഞതുപോലെയാണ് ആരിഫ് മുഹമ്മദ് ഖാനായിട്ട് വലിയ പോട്ടിയായി, വലിയ വഴക്കായി, അവസാനം ഗുസ്തിയായി. SFI പിള്ളേർ തെരുവിൽ തടഞ്ഞു. ആരിഫ് മുഹമ്മദ് കാറിൽ നിന്നിറങ്ങി വേണ്ട ബഹളമായി, അടിയായി, വെട്ടായി, കുത്തായി, മലപ്പുറം കത്തിയായി എല്ലാം ആയിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് പോയത്. അപ്പോഴാണ് രാജേന്ദ്ര ആർലേക്കർ വരുന്നത്. അപ്പോൾ വന്നപ്പോൾ ഭയങ്കരമായി ഉടനെ പിണറായി പോയി കാണുന്നു, സ്നേഹിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, കൈ കൊടുക്കുന്നു. അവർ വലിയ സൗഹൃദത്തിലേക്ക് പോകുന്നു ഗവർണറുമായി, നല്ല സൗഹൃദത്തിലായി. പക്ഷേ ആ സൗഹൃദം കുറേശ്ശെ ഇല്ലാതാവുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. മഞ്ഞുരുകി. നേരത്തെ ഗവൺമെൻറ്റുമായിട്ടുള്ള മലകൾ തന്നെ ഉണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റും രാജ്ഭവൻ്റെ ഇടയ്ക്ക് വലിയ മഞ്ഞ് മലയുണ്ടായിരുന്നു. പക്ഷേ ആ മല ഇപ്പോൾ ഉരുകി വന്നപ്പോഴാണ് അടുത്ത വിവാദം. ഒന്ന്, പരിസ്ഥിതി ദിനാചരണം രാജ്ഭവനിൽ കൊണ്ട് വയ്ക്കേണ്ടായിരുന്നു എന്നുള്ളതാണ് പൊതുവെ ഒരു ധാരണ. കാരണം അതൊരു പബ്ലിക് പരിപാടിയായി പൊതുജനങ്ങളെയും കർഷകരെയും എല്ലാവരും വിളിച്ച് നടത്തുന്ന ഒരു പബ്ലിക് പരിപാടിയായി ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി കളർഫുൾ ആകുമായിരുന്നു. അങ്ങനെയാണ് പരിസ്ഥിതി പരിപാടിയൊക്കെ ചെയ്യേണ്ടത്. ആയിക്കോട്ടെ, ഗവർണർക്കും പരിസ്ഥിതിയോട് താല്പര്യമുള്ളത് കൊണ്ട് നമുക്ക് രാജ്ഭവനിൽ വെച്ച് ചെയ്തു എന്ന് പറയാം. അതിൻ്റെ ന്യായം അങ്ങനെ പോട്ടെ. പക്ഷേ അവിടെ നിന്ന് ഈ പ്രോട്ടോക്കോൾ പ്രകാരമുള്ള ലെറ്റർ കൊടുത്തപ്പോഴും അതുപോലെ തന്നെ മന്ത്രി ഓഫീസിൽ നിന്ന് അവിടുത്തെ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ നോക്കാൻ പോയപ്പോഴും ഭാരതാംബയുടെ ചിത്രം വെച്ച്, അത് RSSകാർ സാധാരണ അവരുടെ വേദികളിൽ വയ്ക്കുന്ന ഒരു ഭാരതാംബയുടെ ചിത്രം വെച്ചിട്ട് കാവി കൊടിയേക്കുള്ള ചിത്രം വെച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ ഇരിക്കുന്നു. അതിൽ പൂജിക്കണം, അല്ലെങ്കിൽ അതിൽ പൂ വിതരണം, നിലവിള കൊളുത്തണം എന്നൊക്കെ കാര്യങ്ങൾ വന്നപ്പോൾ നമ്മുടെ പ്രസാദ് ഉടക്കി. പ്രസാദ് മന്ത്രി പറഞ്ഞു, ഞാൻ ബേസിക്കലി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാൻ മാർക്സിയൻ സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്നതാണ്. കാറൽ മാർക്സിന് മതമില്ല, മതം കറുപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾ മതത്തിൽ തൊടുന്ന പ്രശ്നമില്ല. പ്രത്യേകിച്ച് ദേവി മാതാവ് ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാൽ സലാം, ഞങ്ങൾക്ക് വിപ്ലവ കൊടി, ചുവന്ന കൊടി, അരിവാൾ ചുറ്റിക നക്ഷത്രം, അല്ല അരിവാൾ നെൽക്കതിരാണ് ഞങ്ങൾക്കുള്ളത്. അരിവാൾ ചുറ്റിക നക്ഷത്രം ഞങ്ങളുടെ ചേട്ടൻ്റെ പാർട്ടിക്കുണ്ട്. ഞങ്ങൾ അനിയൻ, അതാരാന്ന് എനിക്കറിയില്ല, ചേട്ടനാണ് അനിയനാണ്, രണ്ടുപേരും ആർക്കും ഒരു പാർട്ടിക്കുണ്ട്. ഞങ്ങൾ ഒരിക്കലും വേറൊന്നും പോവില്ല എന്ന് പറഞ്ഞ് വേണ്ട ബഹളമായി. അവസാനം ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥിതി, ബിനോയ് വിശ്വം ഇപ്പോൾ പറയുന്നു ഗവർണറെ തിരിച്ചു വിളിക്കണം. ഇതിങ്ങനെ കഴിഞ്ഞ കുറച്ച് കാലമായി മുട്ടിന് ഗവർണറുമായി തെറ്റുമ്പോഴൊക്കെ പറയുന്ന ഒരു ഡിമാൻഡാണ്, ഗവർണറെ തിരിച്ചു വിളിക്കണം. ഗവർണർ പറയുന്നു, രാജേന്ദ്ര ആർലേക്കർ പറയുന്നു, ഒരു കാരണവശാലും ഞാൻ അവിടെ നിന്ന് ഈ ഭാരതാംബയുടെ ചിത്രം മാറ്റില്ല എന്ന് മാത്രമല്ല, അത് വലുതാക്കി വെക്കാൻ പോവുകയാണ്, വലിയ ചിത്രമാക്കി അവിടെ ഫ്രണ്ടിൽ വെക്കാൻ പോവുകയാണ് എന്നുള്ള നിലയിലാണ് ഗവർണർ നിൽക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ MP സന്തോഷ് കുമാർ MP രാജ്യസഭയിലെ നോമിനേഷൻ, അതായത് നമ്മുടെ നോമിനേറ്റഡ് ആയിട്ടുള്ള CPI നോമിനേറ്റഡ് ആയിട്ടുള്ള MP ഒരു കത്ത് പ്രസിഡന്റിന് കൊടുത്തിട്ട്, ഇന്ത്യൻ പ്രസിഡന്റിന് കൊടുത്തിരിക്കുന്നു, മുർമുവിന് കൊടുത്തിരിക്കുന്നു. എന്താ കൊടുത്തിരിക്കുന്നത്? ഗവർണർ ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുകയാണ്. RSSൻ്റെ ചിത്രം വെച്ച് പൂജ നടത്താൻ പറഞ്ഞു, അല്ലെങ്കിൽ അത് പൂജിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഒരു കാരണവശാലും അത് അനുവദിക്കാൻ കഴിയില്ല, ഭരണഘടനാപരമായി അത് പ്രശ്നമുള്ളതാണ്. അതുകൊണ്ട് ഗവർണറെ തിരിച്ചു വിളിക്കണം, ഗവർണറെ ശാസിക്കണമെന്ന് പറഞ്ഞ് CPIയുടെ നേതാവ് ഡൽഹിയിൽ കത്ത് കൊടുത്തിട്ടുണ്ട് പ്രസിഡന്റിന്. അപ്പോൾ ചുരുക്കത്തിൽ ചക്കര ഈച്ചയും പോലെ തുടങ്ങി അവസാനം ഇപ്പോൾ വളരെയധികം കൊമ്പ് കോർത്ത് 2 തരത്തിൽ നിൽക്കുകയാണ്. RSS എന്നും സംഘി എന്നും ഒക്കെ പറഞ്ഞ് BJPയുടെ നേതാവിനെ, നമ്മുടെ ഗവർണറെ വേറെ തരത്തിലേക്ക് ചിന്തിപ്പിച്ച് നിൽക്കുന്ന ഒരു തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നറിയില്ല. ഇതിനിടയിൽ കൂടി അവിടെ താൽക്കാലികമായ യൂണിവേഴ്സിറ്റി VCകളെയൊക്കെ വയ്ക്കാൻ കഴിഞ്ഞു. മലയാള യൂണിവേഴ്സിറ്റിയിൽ ഒരാളെ വെച്ചു, അതുപോലെ കുഫോസിൽ ഒരാളെ വെച്ചു. അങ്ങനെ കുറേ VC നിയമനമൊക്കെ താൽക്കാലികമായിട്ട് നടന്നു. പക്ഷെ അതൊക്കെ വരുമ്പോഴും വീണ്ടും യുദ്ധത്തിൻ്റെ അടുത്ത കൊമ്പ് കോർത്തിരിക്കുന്നു. യുദ്ധഗാഹളം മുടങ്ങി. ഇനി എപ്പോഴാണ് അടി തുടങ്ങുക നമുക്കറിയില്ല, എവിടെയാണ് അടി തുടങ്ങുക എന്നറിയില്ല. എന്തായാലും അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് കാത്തിരിക്കാം. ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നുള്ള ശക്തമായ ആവശ്യം ബിനോയ് വിശ്വം വെച്ചു കഴിഞ്ഞു. പക്ഷേ ബിനോയ് വിശ്വം ഒന്നും കൂടെ കടത്തി കുത്തിയിട്ടുണ്ട്, ഈ രാജ്യത്ത് ഗവർണർമാരുടെ ആവശ്യമില്ല എന്നൊരു കുത്തിയിട്ടുണ്ട് ഗവർണർമാരെ. അപ്പോൾ തീർച്ചയായിട്ടും CPIയോ CPMോ ഒക്കെ രാജ്യത്ത് ഭരണത്തിൽ വന്നാൽ ആദ്യം എടുത്ത് കളയുക ഗവർണർ പദവിയായിരിക്കും. എന്തായാലും ഗവർണർ പദവി നമുക്ക് നാട്ടിന് ആവശ്യമില്ല എന്നുള്ള ചർച്ചയും CPI ഉയർത്തിവിട്ടിട്ടുണ്ട്. നേരത്തെയും പലവട്ടം CPI ഇത് പറഞ്ഞതാണ്, ഗവർണറുടെ പദവി ആവശ്യമില്ല. ഒരു പാർട്ടിയിൽ തന്നെ ഒരാൾ പറയുന്നു ഗവർണറുടെ പദവി ആവശ്യമില്ല, മറ്റൊരാൾ പറയുന്നു ഗവർണറെ തിരിച്ചു വിളിക്കണം, വേറൊരാൾ പറയുന്നു ഗവർണറെ ശാസിക്കണം. എന്തായാലും ഗവർണർ
എയറിൽ നിർത്തിയുള്ള പുതിയ തന്ത്രങ്ങളാണ് ഇടതുപക്ഷ മുന്നണി പയറ്റുന്നത്. ആര് ജയിക്കുമെന്നറിയാൻ ഇനിയും കൂടുതൽ സ്പോർട്സ് മീറ്റുകൾ നടക്കേണ്ടതുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം.